അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി ഫീലിൻ്റെ മുകളിലും ചേർക്കുന്ന ലമീർ മുത്തസ്സിലുകൾ അവ നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, ചിലർക്ക് മറന്നു പോയിട്ടുണ്ടാവും, ഒരു മാസം കഴിഞ്ഞല്ലോ. അപ്പോൾ ആദ്യം ഫീൽ നോക്കാം. ഫീൽ ഏതൊക്കെ? ഇതാണ് ഫീലുകൾ. ഹറജയാണ് ഉദാഹരണം കൊടുത്ത്. അവൻ പുറപ്പെട്ടു. ഹറജ ഹറജ ഹറജു, ഹറജത് ഹറജത ഹറജ്ന, ഹറജ്ത ഹറജ്തുമ ഹറജ്തും, ഹറജ്തി ഹറജ്തുമ ഹറജ്തുന്ന, ഹറജ്തു ഹറജ്ന. ഈ ഫീലാണ് ഉദാഹരണം കൊടുത്ത്. അപ്പോൾ ഈ ഫീലിൻ്റെ കൂടെ ലമീർ മുത്തസ്സിലുകൾ ചേർക്കപ്പെടുകയാണ്. അപ്പോൾ ഹുവ, അവൻ പുറപ്പെട്ടു എന്ന് എങ്ങനെ പറയുക? ഹുവ വെച്ചിട്ട് അവൻ. ഹറജ എന്ന് പറഞ്ഞാൽ മതി, അത് നമ്മൾ പഠിച്ചത്. ഹറജ എന്ന് പറഞ്ഞാൽ അവൻ പുറപ്പെട്ടു. അപ്പോൾ അത് മുസ്തത്തിറാണ്. മുസ്തത്തിർ ഫായിൽ എന്താണ്? മുസ്തത്തിറാണ്. നമുക്കറിയാം ഫീലിൻ്റെ കൂടെ ഫായിലും ഉണ്ടാകും. അപ്പോൾ ഹറജയിൽ അവൻ എന്നുള്ളത് ആ ഹറജൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുകയാണ്. മുസ്തത്തിർ ഹിഡനാണ്, ഒളിഞ്ഞു കിടക്കുകയാണ്. മുസ്തത്തിർ ഹറജ, അവൻ പുറപ്പെട്ടു. ആ ഫായിൽ അവൻ, കർത്താവ്. ഫീലും ഫായിലുമാണ്. നമുക്കറിയാമല്ലോ, ഒരു ജുംല ഫീലിയാണെങ്കിൽ ഫീലും ഫായിലും വേണം. ആ ഫായിൽ ഈ ഹറജയിൽ എന്താണ്? മുസ്തത്തിറാണ്, ഒളിഞ്ഞു കിടക്കുകയാണ്. ഹറജ എന്ന് എഴുതിയാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ അവനും ഉണ്ട്. അപ്പോൾ അവൻ പുറപ്പെട്ടു. ഇനി ഹുമ, അവർ രണ്ടുപേർ പുറപ്പെട്ടു എന്നെങ്ങനെ പറയാം? ഹുമ ഹറജ. അപ്പോൾ ആ രണ്ടുപേരെ സൂചിപ്പിക്കുന്ന ഫായിൽ ഏതാ? ഈ അലിഫാണ്. എന്താണ്? ഈ അലിഫാണ്. അപ്പോൾ ഹറജ, അവർ രണ്ടുപേർ പുറപ്പെട്ടു. ഇതെല്ലാം പുരുഷന്മാരാണ്. ഇനി കുറേ പേർ പുറപ്പെട്ടു എന്നെങ്ങനെ പറയാം? അവർ കുറേ പുരുഷന്മാർ പുറപ്പെട്ടു. ഈ വാവാണ് ലമീർ മുത്തസ്സിൽ, വാവുൽ ജമ്മ്. ഹറജ എന്നുള്ള അവർ രണ്ടുപേർ പുറപ്പെട്ടു. അലിഫുൽ മുസന്ന അറിയാലോ, ദ്വിവചനം. അപ്പോൾ അലിഫുൽ മുസന്ന. ഹറജു, വാവുൽ ജമ്മ്. അപ്പോൾ ലമീർ മുത്തസ്സിൽ ഏതാ? ഈ വാവുൽ ജമ്മാണ്, ഹറജു. അപ്പോൾ വാവുൽ ജമ്മാണ് അവർ കുറേ പേർ പുറപ്പെട്ടു എന്ന് സൂചിപ്പിക്കാനുള്ള ലമീർ മുത്തസ്സിൽ. ഇനി ഹിയ, അവൾ. ഹർജയിലെ പോലെ തന്നെ ഹറജത്തിലും ആ അവൾ ഒളിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് മുസ്തത്തിർ. അതുകൊണ്ട് എന്താണ്? മുസ്തത്തിർ, അവൾ ഒളിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ മുസ്തത്തിർ. അപ്പോൾ ഹറജത്ത്, ആ എന്താണ്? സുക്കൂനുള്ള അത് സ്ത്രീയുടെ അടയാളമാണ്. സ്ത്രീയാണെന്ന് കാണിക്കാൻ വേണ്ടി. ഹറജ പുരുഷനായതുകൊണ്ട് സ്ത്രീയാണെന്ന് സൂചിപ്പിക്കാനാണ് ആ സുക്കൂനുള്ള എഴുതുന്നത്. ആ ഫായിലല്ല, ഫായിൽ മുസ്തത്തിറാണ്. ആ അവൾ ഹറജത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുകയാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഇനി അവർ രണ്ട് സ്ത്രീകൾ പുറപ്പെട്ടു എന്ന് എഴുതെങ്ങനെ? പിന്നെയും ഈ അലിഫ് മുസന്ന ചേർക്കാം. അപ്പോൾ ഹറജത്ത. ഇതൊക്കെ കുറേ ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് റമദാനിന് മുമ്പ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഹറജത്ത, അവർ രണ്ട് സ്ത്രീകൾ പുറപ്പെട്ടു. ഇനി അവർ കുറേ സ്ത്രീകൾ പുറപ്പെട്ടു. ഫായിലേതാ? ഈ നൂനാണ്. ഹറജ്ന, അവർ കുറേ സ്ത്രീകൾ പുറപ്പെട്ടു. അപ്പോൾ നൂനാണ് ലമീർ മുത്തസ്സിൽ കർത്താവായിട്ട് കാണിക്കുന്നത്. നൂനാണ് സൂചിപ്പിക്കുന്നത്. അവർ കുറേ സ്ത്രീകൾ പുറപ്പെട്ടു എന്ന് കാണിക്കാൻ നൂനാണ് കാണിക്കുന്നത്. ഫായിൽ കർത്താവ്. ഇനി നീ ഒരു പുരുഷൻ പുറപ്പെട്ടു. ഹറജ്ത, ആണ് ഫായിൽ. ഹറജ്ത, നീ ഒരു പുരുഷൻ പുറപ്പെട്ടു. ലമീർ മുത്തസ്സിൽ ഈ ഫീലുൽ മാദിൻ്റെ കൂടെ ചേർത്ത് എഴുതുന്ന ലമീർ മുത്തസ്സിൽ ഏതാ? ഹറജ്ത എന്ന് പറയുമ്പോൾ നീ ഒരു പുരുഷൻ പുറപ്പെട്ടു. നിങ്ങൾ രണ്ട് പുരുഷന്മാർ പുറപ്പെട്ടു. ഹറജ്തുമ, നിങ്ങൾ കുറേ പുരുഷന്മാർ പുറപ്പെട്ടു. ഹറജ്തും. ഇനി നീ ഒരു സ്ത്രീ പുറപ്പെട്ടു. ഹറജ്തി, നിങ്ങൾ രണ്ട് സ്ത്രീകൾ പുറപ്പെട്ടു. ഹറജ്തുമ, നിങ്ങൾ കുറേ സ്ത്രീകൾ പുറപ്പെട്ടു. ഹറജ്തുന്ന. ഇതെല്ലാം നമ്മൾ കുറേ ഉദാഹരണങ്ങൾ വെച്ച് കുറേ പഠിച്ചതാണ്. ഇനി ഇൻഷാ അല്ലാഹ് പഠിക്കും. ഞാൻ പുറപ്പെട്ടു എന്ന് പറയുകയാണെങ്കിലോ, സ്ത്രീ ആയാലും പുരുഷനായാലും ഹറജ്തു. ഇനി ഞങ്ങൾ പുറപ്പെട്ടു എന്നോ, സ്ത്രീ ആയാലും പുരുഷനായാലും ഹറജ്ന. ആണ് ഫായിൽ ലമീർ മുത്തസ്സിൽ. ആണ് ചേർത്ത് എഴുതേണ്ടത് അൽ ഫീലുൽ മാദിൻ്റെ കൂടെ. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഹറജ ഹറജ ഹറജു, ഹറജത് ഹറജത ഹറജ്ന,
ഖറജ്ത ഖറജ്തുമ ഖറജ്തും ഖറജ്തി ഖറജ്തുമ ഖറജ്തുന്ന ഖറജ്തു ഖറജ്ന. അൽ ഫീലുൽ മാദിയിൽ ചേർക്കുന്ന ദമീർ മുത്തസിലുകൾ. ബാറക്കല്ലാഹു ഫീക്കും. ഇതെല്ലാം ഫായിലാണ്. ഈ ദമീർ മുത്തസിലൊക്കെ ഈ ഫീലിൻ്റെ കൂടെ ചേർക്കുന്നത് ഫായിലാണ്, കർത്താവാണ്. ആ ക്രിയ ചെയ്യുന്നതാണ് കർത്താവ്. ആര് പുറപ്പെട്ടു? അവൻ പുറപ്പെട്ടു. അപ്പോൾ അവനാണ് ഫായിൽ. അപ്പോൾ അവൻ, അവർ രണ്ടുപേർ, കുറേ പേർ, നീ, നിങ്ങൾ രണ്ടുപേർ, നിങ്ങൾ കുറേ പേർ, ഞാൻ, ഞങ്ങൾ. ഇതൊക്കെയാണ് ഫായിൽ, കർത്താവ്. ഫായിലിൻ്റെ അടയാളം എന്താ? ഫായിൽ നമുക്കറിയാം എപ്പോഴും മർഫൂ ആയിരിക്കും. ഫായിൽ എപ്പോഴും മർഫൂ ആയിരിക്കും. ബാറക്കല്ലാഹു ഫീക്കും.